എന്നൊരു കാര്യം ഇങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോസ് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ സാധാരണ എല്ലാവർക്കും തന്നെ മുരിങ്ങാക്കോല ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ കുറേ മുരിങ്ങാക്കോല ഇങ്ങനെ ഒത്തിരി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രണ്ടായിട്ടൊക്കെ മുറിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക കവറിൻ്റെ അകത്തിട്ടൊക്കെ കെട്ടി വയ്ക്കും. പക്ഷെ അതൊരു 4-5 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് അത് ഉണങ്ങി ഇങ്ങനെ ഇതായി പോകും. പിന്നെ നമുക്ക് ആകെ വിഷമവും, ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ആകെ ഒരു സങ്കടവും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് കേട്ടോ ഞങ്ങളുമായിട്ട് പറഞ്ഞു തന്നത്. വേറെ ഒന്നുമല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് തൊലി കളഞ്ഞിട്ട് എടുത്തിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലോ എന്തെങ്കിലും അടച്ചിട്ടുള്ള ബോക്സിൻ്റെ അകത്ത് തന്നെ വെക്കണേ. അങ്ങനെ ആ ബോക്സിൻ്റെ അകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ നേരത്തേക്ക് കുറഞ്ഞത് ഒരു 10-15 ദിവസമെങ്കിലും ഇതിങ്ങനെ തന്നെ ഇരുന്നോളും. പിന്നെ ഇനിയിപ്പോൾ ഇത് ഉണങ്ങി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി പോയാലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണ്, അത് നമുക്ക് നന്നായിട്ട് കഴുകി വാരിയെടുത്തിട്ട് തക്കാളിയുടെ കൂടെയോ മാങ്ങയുടെ കൂടെയോ ഒക്കെ ആയിട്ട് നമുക്ക് കറിയിലിടാവുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്.